സൈഡായിട്ട് ഒരൊറ്റ ചമ്മന്തി ഉണ്ടെങ്കിണ്ടല്ലോ, നല്ല ചൂട് ദോശയും, ഇഡ്ഡലിയും, ചപ്പാത്തിയൊക്കെ എത്ര വേണമെന്നുണ്ടെങ്കിലും കഴിച്ചു പോകൂട്ടോ. റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പാണ്. ഒരുപാട് മെനക്കേടൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും, നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളിയുടെ നേർപകുതി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയും, അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ 2, 3 ആയിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക ട്ടോ. എരിവിന് വേണ്ടി ഒരു 2 അല്ലാന്നുണ്ടെങ്കിൽ 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ ഇതെല്ലാം ഒന്നും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരലാണ് ചെയ്യുന്നത്. തക്കാളി എടുക്കുമ്പോ നല്ല പഴുത്ത തക്കാളി വേണം ട്ടോ എടുക്കാനായിട്ട്. ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്നുകൂടെ ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത് ഒന്ന് കടുകും കൂടി താളിച്ച് ചേർത്താൽ മാത്രം മതി ട്ടോ. അപ്പൊ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും അതേപോലെ തന്നെ കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാവേ. നല്ലോണം പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് മിക്സാക്കി നമ്മുടെ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ചമ്മന്തിക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കാൻ നേരത്ത് കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന നമ്മുടെ ഈ ചമ്മന്തിയൊക്കെ കൂട്ടി എല്ലാവരും അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാട്ടോ. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണം.